ശ്രീ വിനയൻ, താങ്കൾ മുഖ്യമന്ത്രിക്ക് അയച്ചൊരു കത്തുണ്ട്. അതിൽ കോമ്പറ്റീഷൻ കമ്മീഷന്റെ 2014 വിധിയുമായൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്? അല്ല, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നെ ഇവിടെ ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന തകർത്തതിന് ശേഷം എന്നെ 12 വർഷത്തോളം ഇവിടുത്തെ സിനിമ സംഘടനകളെല്ലാം കൂടി ചേർന്ന് വിലക്കി നിർത്തിയ കാര്യമൊക്കെ. അപ്പം അതില് ഞാനത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയിരുന്നു. അതിനകത്ത് അമ്മ എന്ന സംഘടനയ്ക്കും ഫെഫ്കെ എന്ന സംഘടനയ്ക്കും അതിന്റെ ഭാരവാഹികൾക്കുമൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഫൈൻ അടിച്ചിരുന്നു. അത് അവര് തെറ്റ് ചെയ്തു, അവര് തൊഴിൽ നിഷേധം നടത്തി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഫൈൻ അടിച്ചത്. അവിടെ ഏറ്റവും വലിയ ശിക്ഷയൊക്കെ ഫൈനൊക്കെയാണ്, അല്ലാതെ ജയിൽ ശിക്ഷയൊന്നും അല്ല. അപ്പൊ അങ്ങനെ അത് അവര് സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി ആ ശിക്ഷ ശരിവെച്ചു. അങ്ങനെ 2020 സുപ്രീം കോടതി എന്നുള്ള വിധിയുണ്ടായി. അങ്ങനെ ഒരു കുറ്റവാളിയാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു വ്യക്തി നയരൂപീകരണ സമിതിയിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നടത്തിയ ഫൈറ്റിലൊന്നും ഒരർത്ഥമില്ലാതാകുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ബഹുമാന്യായ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു നടപടി എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ ഈ അമ്മയുടെ ഭാരവാഹികൾ ഒന്നാകെ ഒഴിഞ്ഞൊരു സാഹചര്യം അതേതെങ്കിലും തരത്തിൽ ഉചിതമാണോ ശ്രീ വിനയൻ? കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടി അമ്മ കടന്നു പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. തുടർച്ചയായി അമ്മയിലെ അംഗങ്ങൾക്കെതിരെ പരാതികൾ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരമൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ള യുവതാരങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ളതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അതിനെപ്പറ്റി ഒരു വ്യക്തമായ പത്രസമ്മേളനമൊക്കെ നടത്തി പോകാമായിരുന്നു. പിന്നെ ആരോപണം വന്നവർക്കെതിരെ അല്ലെ കേസ് വന്നവർക്കെതിരെ നടപടി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാമായിരുന്നു. എന്തേ ഇങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ സംഘടന മലയാള സിനിമയിലെ അങ്ങനെ അനാഥനമാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം എനിക്കുമുണ്ട്. പക്ഷെ അവരുടെ ആഭ്യന്തര കാര്യമാണത്. മോഹൻലാലിനെ കണക്കൊക്കെയുള്ള വളരെ പരിണതപ്രജ്ഞനായ വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും അത് ചെയ്തത്. നമുക്ക് നോക്കിക്കാണാം എന്നാണ് എന്റെ അഭിപ്രായം. അത്രയും ഈ പ്രതിസന്ധി ഇപ്പോൾ നമുക്കറിയാം, 18ഓളം കേസുകളാണ് ഇതിനകം കേരളത്തിലെ പല സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ നടന്മാർക്ക് എതിരെ നടിമാർ നൽകിയ പല കേസുകൾ അത്തരത്തിലുണ്ട്. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഇതിന് ഉദ്ദേശിച്ച റിസൾട്ട്, ഈ പരാതി നൽകിയ ഉദ്ദേശിച്ച റിസൾട്ട് ഇതിന് ലഭ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പരാതി ഞാൻ നൽകിയത് ഒരു ആരോപണമായിട്ടൊന്നും അല്ലല്ലോ. ഞാൻ വ്യക്തമായ കോടതിയുടെ വിധിപ്പകർപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ചുമ്മാതൊരു ആരോപണമോ അല്ലെങ്കിൽ ഒരു ആക്ഷേപമോ ഉന്നയിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതിയുടെ വിധി പകർപ്പും കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഫൈൻ അടച്ച ആളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സമിതിയിൽ വെക്കണോ എന്നുള്ളത് സർക്കാർ തീരുമാനിക്കട്ടെ. അതിനുശേഷം ഞാൻ എന്തായാലും ഞാൻ പറയാം കേട്ടോ. ശരി, നന്ദി. ശ്രീ സംവിധായകൻ വിനയനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും രാജിയിൽ വിയോജിപ്പുണ്ടെന്ന് അറിയിച്ചാണ് യുവനടന്മാർ രംഗത്ത് വന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. തങ്ങളുടെ കൂടി അഭിപ്രായം കേൾക്കാതെയാണ് രാജിയിലേക്ക് ഒരു സമ്പൂർണ്ണ രാജിയിലേക്ക് ഈ സംഘടനയെ എത്തിച്ചത് എന്നുള്ള ഒരു വികാരം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. യുവനടന്മാരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അവരിൽ പലരും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. വിനു മോഹൻ നമ്മളോട് സംസാരിച്ചിരുന്നു. വിനു മോഹൻ പറഞ്ഞത് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു, ഒപ്പം സംഘടനാ മര്യാദ കൂടി പാലിച്ച് കുറെ കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.